IPL-ൽ പോരാട്ടങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കവേ തുടർ തോൽവികളുടെ ഞെട്ടലിലാണ് രാജസ്ഥാൻ റോയൽസ്. പഞ്ചാബ് കിങ്സിനോട് 5 വിക്കറ്റിന്റെ പരാജയമാണ് റോയൽസ് നേരിട്ടത്. ടൂർണമെന്റിൽ അവരുടെ തുടർച്ചയായ 4ാമത്തെ തോൽവി കൂടിയാണിത്. പഞ്ചാബിനെതിരെ റോയൽസിന്റെ പരാജയ കാരണം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായകൻ സഞ്ജു സാംസൺ. മത്സരശേഷം സംസാരിക്കുകയായിരുന്നു താരം. കളിയിൽ റോയൽസിന് വിജയിക്കാൻ സാധിക്കുമായിരുന്നെന്നും പക്ഷേ ബാറ്റിംഗ് നിരയിൽ നിന്നും പ്രതീക്ഷിച്ചതുപോലെയൊരു പ്രകടനം ഉണ്ടായില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. ടീം നേടിയത് 10-15 റൺസെങ്കിലും കുറവാണെന്നാണ് ഞാൻ കരുതുന്നത്. 160 റൺസെങ്കിലും നേടേണ്ടിയിരുന്ന വിക്കറ്റാണിത്. കുറച്ചുകൂടി നന്നായി കളിച്ചിരുന്നെങ്കിൽ 160 മുകളിൽ റൺസ് അനായാസം നേടാൻ സാധിക്കുമായിരുന്നു. അവിടെയാണ് ടീം പരാജയപ്പെട്ടതെന്നും സഞ്ജു വ്യക്തമാക്കി. എനിക്ക് 5 മികവുറ്റ ബോളർമാർ ടീമിലുണ്ടായിരുന്നു. എങ്കിലും ഒരു ബോളിംഗ് ഓപ്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. പരാജയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾ അംഗീകരിക്കേണ്ടതുണ്ട്. തുടർച്ചയായി 4 മത്സരങ്ങളിലാണ് ഞങ്ങൾ തോറ്റിരിക്കുന്നത്. ഒരു ടീം എന്ന നിലയിൽ ഞങ്ങൾക്ക് എന്താണ് വർക്ക് ചെയ്യാത്തതെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഒരുപാട് മാച്ച് വിന്നർമാരുള്ള ടീമാണ് ഞങ്ങളുടേത്. ആരെങ്കിലും ഒരാൾ മുന്നിലേക്ക് വരണം. നമ്മളുടെ യഥാർത്ഥ കഴിവ് തെളിയിക്കേണ്ട സമയമാണിതെന്നും സഞ്ജു പറയുന്നു. അതോടൊപ്പം താരം കൂടിച്ചേർത്തത് രാജസ്ഥാൻ കൂടുതൽ റൺസ് സ്കോർ ചെയ്തേ തീരുവെന്നും ഇതുവരെ 200+ റൺസ് അനായാസം സ്കോർ ചെയ്യാൻ സാധിക്കുന്ന വിക്കറ്റുകളിലായിരുന്നു ഞങ്ങൾ കളിച്ചതെന്നും ഈ വിക്കറ്റുകളിൽ അധികം കളിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ കൂടുതൽ സ്മാർട്ടായ ക്രിക്കറ്റ് കളിക്കേണ്ടതുണ്ടെന്നും മികച്ച പാർട്ണർഷിപ്പുകൾ ഉണ്ടാക്കേണ്ടതുണ്ടെന്നും ശേഷിച്ച മത്സരങ്ങളിൽ കാര്യങ്ങൾ നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സഞ്ജു കൂട്ടിച്ചേർത്തു. പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള സഞ്ജുവിന്റെ തീരുമാനം പാളുകയായിരുന്നു. ബാറ്റിംഗ് നിര ക്ലിക്കാവാതെ പോയപ്പോൾ 9 വിക്കറ്റുകൾ നഷ്ടത്തിൽ 144 റൺസ് സ്കോർ ചെയ്യാനേ രാജസ്ഥാന് കഴിഞ്ഞുള്ളൂ. 48 റൺസ് എടുത്ത റിയാൻ പരാഗിന്റെ ഇന്നിംഗ്സ് കൂടി ഇല്ലായിരുന്നുവെങ്കിൽ റോയൽസിന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. മറ്റാരും തന്നെ 30 റൺസ് പോലും തികച്ചില്ല. മറുപടിയിൽ 7 ബോളുകൾ ബാക്കി നിൽക്കെ 5 വിക്കറ്റുകൾ നഷ്ടത്തിൽ പഞ്ചാബ് വിജയത്തിലെത്തുകയായിരുന്നു. നായകന്റെ ഇന്നിംഗ്സ് കളിച്ച കരനാണ് പഞ്ചാബിന്റെ ഹീറോയായത്. രാജസ്ഥാൻ പ്ലേ ഓഫിലേക്ക് കടന്നുവെങ്കിലും ടേബിളിലെ ആദ്യ 2 സ്ഥാനക്കാരിൽ ഒരാളാവുക എന്നത് ഇനി തിരിച്ചടിയാണ്. മറ്റു ടീമുകളെ കൂടി ആശ്രയിക്കേണ്ടി വരും. ഹൈദരാബാദ് വിജയം കരസ്ഥമാക്കിയാൽ അവർ 2ാം സ്ഥാനത്തേക്ക് കയറും. എന്തായാലും ശേഷിക്കുന്ന അവസാന മത്സരത്തിൽ രാജസ്ഥാൻ വിജയവഴിയിലേക്ക് തിരിച്ചെത്തി പ്ലേ ഓഫിൽ ശക്തമായ പോരാട്ടം തന്നെ കാഴ്ചവെക്കേണ്ടി വരും.